ഗ്യാരണ്ടി എന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യത്തിലെ മെയിൻ ഘടകം. എല്ലാ പരസ്യത്തിന്റെ അവസാനത്തിലും ഇന്ദിരാ ഗ്യാരണ്ടി. എന്താണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇത് ഒരു പഴയൊരു കഥയാണ്. അതായത് ഇന്ദിരാഗാന്ധി കുറച്ച് പാലിക്കാൻ പറ്റാത്ത കുറച്ച് വാഗ്ദാനങ്ങൾ ഇന്ത്യയിലെ ജനതയ്ക്ക് കൊടുത്തിരുന്നു. എന്നാൽ ആ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്നുവരെ പാലിക്കപ്പെട്ടിട്ടുമില്ല എന്നതാണ് വാസ്തവം. അതേ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ കേരളക്കരയിലെ, അതായത് കേരളത്തിലെ കോൺഗ്രസുകാർ വാഗ്ദാനങ്ങളായിട്ട് ജനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് പോലും പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസുകാർ പാലിക്കപ്പെടുമോ? ജനങ്ങളിലേക്ക് അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? എന്താണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുക, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 1972 ഇന്ദിരാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വാഗ്ദാനമായിട്ട് കുറച്ച് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. ആ വാഗ്ദാനത്തിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ്: ഗരീബി ഹട്ടാവോ ദേശ് ബച്ചാവോ. അതിന്റെ അർത്ഥം ദാരിദ്ര്യത്തെ പരിപൂർണമായി തുടച്ചു മാറ്റി രാജ്യത്തെ രക്ഷിക്കും എന്നാണ്. എന്നാൽ രാജ്യത്തെ രക്ഷിച്ചോ? അല്ല, ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റിയോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളുടെ ലിസ്റ്റ് നീണ്ടു കിടക്കുകയാണ്. രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ എന്താണ് ചെയ്തതെന്നല്ലേ? 1975 ജൂൺ 25 അർദ്ധരാത്രി അങ്ങ് പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ. ഭരണഘടനയെ പോലും കാറ്റിൽ പറത്തിയാണ് ഇന്ത്യയുടെ ഉരുക്കു വരിക എന്ന് കോൺഗ്രസുകാർ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഭരണഘടനയെ പോലും ലംഘിച്ചിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനോ കൂട്ടം കൂടാനോ സംസാരിക്കാനോ പോലും പറ്റാത്ത ഒരവസ്ഥ, ജയിലിൽ കിടക്കുന്ന പോലത്തെ അവസ്ഥ. ഇത്ര സമയത്ത് ഇറങ്ങണം, ഇത്ര സമയത്ത് കയറണം, അനാവശ്യമായിട്ട് വഴിവക്കിൽ നിൽക്കാൻ പാടില്ല, കൂട്ടുകൂടി നിൽക്കാൻ പാടില്ല. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യത്തെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ ഉട്ടോപ്യൻ വാഗ്ദാനമാണ് ഇന്ന് കോൺഗ്രസുകാര് ഇവിടെ ഈ കളത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന്റെ ചൂടില് ആവേശത്തിരയായിട്ട് അടിച്ചിറക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടിയാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ വാഗ്ദാനങ്ങൾക്കുള്ളത്? ബാക്കി നമുക്ക് പറയാം. എന്തിനാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ? 1971 തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് വിജയിച്ചു എന്ന പരാതിയിലാണ് ഇന്ദിരാഗാന്ധിക്ക് വിലക്കേർപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ ജയം റദ്ദാക്കപ്പെടുകയും 6 വർഷത്തില് ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ വിലക്ക് വരെ ഏർപ്പെടുത്തി. ആര്? അലഹാബാദ് ഹൈക്കോടതി. ഈ ഒരു തീരുമാനത്തെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി, ഇന്ത്യയുടെ സ്വന്തം പ്രധാനമന്ത്രി, അവരങ്ങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനങ്ങളെ ഇരുട്ടിലാക്കി. ജനങ്ങൾ അന്നേ വരെ അനുഭവിക്കാത്ത കരുതൽ തടങ്കലാണ് ഓരോരോ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ദിരാഗാന്ധി എന്ന സ്ത്രീ കൊടുത്തത്. ഇത് 1975 കഥയാണെങ്കിൽ, എന്നാൽ ഇന്ന് 2026, ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടിട്ട് അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ, അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനും കോൺഗ്രസിന്റെ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കും എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഈ അച്ചടിച്ചിറക്കുന്ന ഈ വാഗ്ദാനങ്ങള് പാലിക്കപ്പെടുമെന്ന്? കാരണം കേരളത്തിലെ ഖജനാവ് ഖാലിയാണെന്ന് എല്ലാ വാർത്താ സമ്മേളനത്തിലും പ്രചരണം നടത്തുന്ന UDF നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ യൂട്ടോപ്യൻ വാഗ്ദാനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് പാലിക്കപ്പെടുക? നിങ്ങൾ ജനങ്ങളെ പിന്നെ ഇരുട്ടിലാക്കാൻ നോക്കുകയാണോ? അതോ പഴയ അടിയന്തരാവസ്ഥയുടെ തനിപ്പകർപ്പ് ജനങ്ങളിലേക്ക് പകർത്താൻ നോക്കുകയാണോ? കൈതൊട്ട സൗഭാഗ്യമേ, കൈവന്ന സൗജന്യമേ, പുതു യാത്രയിൽ ചെറു കനവുമായി തനിയെ മിന്നും പെൺതാരകങ്ങൾ. ഉടലുകളില്ല പുതിയൊരു ലോകം, കരകരമായി നിറവുകളോ. കേരളം മുഴുവൻ ആഘോഷിക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയല്ലേ വരാൻ പോകുന്നത്? ആദ്യത്തെ വാഗ്ദാനം സാമൂഹിക സുരക്ഷാ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ നടക്കാത്ത അല്ലെങ്കിൽ പാലിക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഇത്. കേരളത്തിലെ ഖജനാവ് ശൂന്യമാണ്. അങ്ങനെയാണെങ്കിൽ ശൂന്യമായ ഖജനാവിൽ നിന്ന് എങ്ങനെ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുക? ഇനി രണ്ടാമത്തെ വാഗ്ദാനത്തിലേക്ക് വരാം.
കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസം ധനസഹായം കൊടുക്കുമെന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികളെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. ഇതൊക്കെ പ്രഖ്യാപിച്ചത് ആദ്യമേ രാഹുൽ ഗാന്ധി വി.ഡി. സതീശന്റെ പുതിയ യാത്ര അവസാനിക്കുന്ന വേളയിലാണ് ഈ 5 വാഗ്ദാനങ്ങൾ കൊടുത്തത്. പിന്നെ അത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ അച്ചടിച്ചിറക്കുകയായിരുന്നു. ഇനി മൂന്നാമത്തെ വാഗ്ദാനം, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കുമെന്നാണ് വാഗ്ദാനം. എവിടെ നിന്നാണ് കൊടുക്കാൻ പോകുന്നത്? ആരാണ് തരുന്നത്? ഖജനാവിലെന്താ പൂച്ച വെച്ച് കിടക്കുകയാണ് ചോദിച്ച നിങ്ങളാണ്. അതേ ഖജനാവിൽ നിന്നും ഇത്രയും പൈസ കൊടുത്ത് ഇവിടെയുള്ള ജനങ്ങൾക്ക് പാലിക്കപ്പെടാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകി അവരെ വീണ്ടും വഞ്ചിതരാക്കാൻ ശ്രമിക്കുന്ന 4 സൗജന്യമായ ബസ് യാത്ര. ഈ ബസ് യാത്രയെ കുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തന്നെ പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. കാരണം വഴിയെ പോകുന്നവർക്ക് നോട്ട് ദ പോയിന്റ്, വഴിയെ പ്രതിപക്ഷ നേതാവിനാണ് വഴിയെ പോകുന്നവർ എന്ന് അധിക്ഷേപിച്ചത്. വഴിയെ പോകുന്നവർക്ക് പലതും പറഞ്ഞിട്ട് പോകാം. 2 മാസം ഇങ്ങനെ ഫ്രീ സർവീസ് ആയിട്ട് കൊടുത്താൽ KSRTC കട്ടപ്പുറത്തിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. ഇതിനു മുന്നേ രാഹുൽ ഗാന്ധി കർണാടകയിലും പല സ്ഥലങ്ങളിലും ഇതേപോലെ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും എന്നാൽ അവിടെയൊന്നും അത് സക്സസ് ആയിട്ടില്ല എന്നും KB ഗണേഷ് കുമാർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് ലാഭത്തിലൊന്നും ആയിട്ടില്ല. KSRTC ദൈനംദിനമുള്ള വരുമാന നഷ്ടം കുറയ്ക്കുകയും പിന്നെ KSRTC ദൈനംദിനം ചെലവിനേക്കാൾ കൂടുതൽ വരവ് നേടാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് KSRTCക്ക് 10,2700 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തും ഉണ്ട്. ജീവനക്കാരുടെ പെൻഷൻ പറ്റിയവരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്നുണ്ടായത് ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പൊ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പൊ അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോ എന്താ പറയാ, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതും പറഞ്ഞിട്ട് പൗരന്മാർക്ക് ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ. ഇപ്പോൾ ഈ വാഗ്ദാനങ്ങൾ കൊണ്ടുവന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? 10 വർഷമായിട്ട് കേരളത്തിലെ ഭരണത്തിൽ പോലും ഇല്ലാത്ത, അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് ഭരണത്തിൽ കയറാനായിട്ട് സകല വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ച് അധികാര സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കോൺഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭാഷയിൽ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ പോലും അങ്ങ് മഹത്വരിക്കുകയാണ്. കാരണം മുസ്ലിം രാഷ്ട്രം വരണമെന്ന് വാദോരാതെ പ്രസംഗിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലും അവരിപ്പോൾ മതതീവ്രവാദ രാഷ്ട്രം പറയുന്നില്ല എന്ന് വെള്ള പുതപ്പിക്കുകയാണ് നമ്മുടെ വി.ഡി. സതീശൻ ചെയ്തത്. മാത്രവുമല്ല, മഞ്ചേശ്വരത്ത് ഡീൽ എന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. നേരത്തെ ആ വീഡിയോ ഞാൻ ഇതിന്റെ താഴെ ലിങ്ക് കൊടുക്കുന്നതാണ്. മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് SDP എന്നൊരു പാർട്ടി സെക്കുലർ പാർട്ടിയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആരൊക്കെ വർഗീയ ശക്തികൾ കൂട്ടുപിടിച്ചാലും അവർക്ക് അധികാരം വേണം. ആ അധികാരം കിട്ടില്ല. സകല വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ട് അധികാരം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അടുത്ത അടവ്, 18ാമത്തെ അടവ് ഇറക്കിയിരിക്കുന്നത്. എന്താണ്? ഇന്ദിരാ ഗ്യാരണ്ടി. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർ കൊടുത്ത ഗ്യാരണ്ടികളൊന്നും ഇന്നേ വരെ പാലിക്കപ്പെട്ടിട്ടില്ല. അത് ഇവർ രാഹുൽ ഗാന്ധി പോയി പ്രസംഗിച്ച പല സ്ഥലങ്ങളും നോക്കിയാൽ മനസ്സിലാകും. എന്തെങ്കിലും ഗ്യാരണ്ടികൾ വല്ലതും പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഉദാഹരണം, നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് ചൂരൽമലയില് ഉരുൾപൊട്ടി എത്രയോ പേർക്ക് വീട് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. ശരിയാണ്, അന്ന് കൂടെയുണ്ട്. കാരണം വയനാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം വന്നാൽ മാവേലി വരുന്ന പോലെയാണ് അവിടെ ജയിപ്പിച്ചുവിട്ട MP ആയ പ്രിയങ്ക ഗാന്ധി വന്നു പോകുന്നത്. എന്ത് വിചിത്രമാണല്ലേ? കാരണം വർഷത്തിലൊരിക്കൽ മാത്രം വരികയും അവിടുത്തെ മലകളായ മലകൾ കയറുകയും അവിടുത്തെ ആളുകളുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം വീടില്ലാത്തവർക്ക്, വീട് കാത്തിരിക്കുന്നവർക്ക് ചുവരില്ലാതെ ഒരു കാലണ്ടർ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? വയനാട്ടിലെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി, വയനാട്ടിലെ ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ അവർ പിരിച്ചെടുത്ത ഫണ്ട് എവിടെ? അതാണ് കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കേണ്ടത്. ഇവർ പറഞ്ഞതല്ല ചെയ്യുന്നത്. പ്രഖ്യാപിക്കുന്നതൊന്നും ചെയ്യുകയില്ല. ഇത്ര രൂപ കൊടുക്കാം, ഇത്ര രൂപയ്ക്ക് വീട് പണിയാമെന്ന് പറഞ്ഞവർ വീട് പോയിട്ട് എന്തെങ്കിലും കേരള ജനതയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ചോദ്യം ചോദിക്കണം. കാരണം ഇലക്ഷൻ സമയത്ത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു വരുന്നവർ
ഏറ്റവും വലിയ ഉദാഹരണമാണ്, അവരുടെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാടിലെ ദുരിത ബാധിതർക്ക് ഒരു വീട് പോലും പണിത് കൊടുക്കാതെ പിന്നെയും അവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഒരു നയത്തിനെതിരെയാണ് നിങ്ങൾ പോരാടേണ്ടത്. അപ്പോൾ നമുക്ക് ഏപ്രിൽ 9-ാം തീയതി നിങ്ങളുടെ സമ്മതിദാന അവകാശമാണ്. ആ ഒരു അവകാശത്തെ നിങ്ങൾ യഥാർത്ഥത്തിൽ വിനിയോഗിക്കുക. കാരണം കള്ളം പറഞ്ഞ് പാലിക്കപ്പെടാത്ത ഉട്ടോപ്യൻ വാഗ്ദാനങ്ങൾ നൽകുന്നവരെയല്ല നമുക്ക് ആവശ്യം. രാജ്യത്തിന് വേണ്ടി, അതായത് നമ്മുടെ ഇന്ത്യക്കും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ വികസനത്തിന് ആരാണ് മുതൽക്കൂട്ടാവുന്നത് അവരെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. അത് രാഷ്ട്രീയ ഭേദമന്യേ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകാതെ നിങ്ങൾക്ക്, അതായത് വികസനത്തിന് ആരാണ് മുതൽക്കൂട്ടാവുന്നത് അവരെ നിങ്ങൾ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ നാട് വികസനത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. വികസനം മുരടിപ്പിക്കുന്നതും ഇടതും വലതും ചേർന്ന് വികസനം മുരടിപ്പിക്കുന്നവരെല്ലാം നമുക്ക് ആവശ്യം. നമ്മുടെ ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. ഏപ്രിൽ 9-ാം തീയതി നിങ്ങളുടെ അവകാശത്തെ നിങ്ങൾ വിനിയോഗിക്കുക. കാരണം ഇവിടത്തെ LDF-ഉം UDF-ഉം എന്ന് പറയുന്നത് രണ്ടു പേരും നമ്മുടെ വികസനത്തെ തടയുന്നവരാണ്. കാരണം അന്ന് 2024 തെരഞ്ഞെടുപ്പില്, ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. അതറിയപ്പെടുന്ന മോദി ഗ്യാരണ്ടി എന്നാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഈ മോദി ഗ്യാരണ്ടി പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ആ പദ്ധതികൾ നടപ്പാക്കിയോ? ഉദാഹരണം ഹെൽത്ത് ഇൻഷുറൻസ്, ആക്സിഡന്റ് ക്ലെയിം, ഇതെല്ലാം നമുക്ക് കിട്ടേണ്ട ആനുകൂല്യമായിരുന്നു. ഒരു വർഷം മുന്നേ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് 7 ദിവസത്തിൽ ആക്സിഡന്റ് ആയി നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കാൻ 7 ദിവസം നിങ്ങൾക്ക് സൗജന്യ ചികിത്സ. ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് കഴിഞ്ഞ ഏതാനും 2 മാസങ്ങൾക്ക് മുന്നെയാണ്. അതും 7 ദിവസം എന്നുള്ളത് 5 ദിവസത്തേക്ക് വെട്ടിച്ചുരുക്കിയാണ്. ഇതേപോലെ പല പദ്ധതികളും വെട്ടിച്ചുരുക്കി നമ്മളിലേക്ക് എത്താതെ നമ്മുടെ അവകാശങ്ങളെ തടയുന്ന ഇത്തരം സർക്കാരുകളെയാണോ നമുക്ക് ആവശ്യം? ചിന്തിക്കൂ, ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കൂ.